നമസ്കാരം പ്രിയമുള്ളവരെ. രാഹുൽ ഗാന്ധിയും തേജസ്വി യാദവും നേതൃത്വം നൽകുന്ന വോട്ട് ചോരി യാത്ര ബീഹാറിന്റെ ഗ്രാമങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ വലിയ ജനപങ്കാളിത്തമാണ് നേടുന്നതെന്ന മാധ്യമ റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. വൈകാരികമായി ഈ ദേശീയതയൊക്കെ പറഞ്ഞ് മതവുമൊക്കെ പറഞ്ഞ് ഇനിയും ജനങ്ങളെ കൂടെ നിർത്തുവാൻ കഴിയില്ല എന്നതിന് വ്യക്തമായ തെളിവായിട്ട് തന്നെയാണ് ചില മാധ്യമ വിശകലനങ്ങളൊക്കെ വോട്ട് ചോരി യാത്രയെ വിലയിരുത്തുന്നത്. അത്രമേൽ ജനപങ്കാളിത്തം വോട്ട് ചോരി യാത്രയ്ക്ക് ലഭിക്കുന്നതായി റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ്. ഒരുപക്ഷെ ബീഹാറിൽ കുറച്ചു നാളുകളായി കോൺഗ്രസിൻ്റെ നില വളരെ പരിതാപകരമാണ്. 2020 നിയമസഭാ ഇലക്ഷനിൽ കോൺഗ്രസ് ആ മുന്നണിയിലെ ഏറ്റവും മോശം പ്രകടനം കാഴ്ചവെച്ച ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായിരുന്നു. പക്ഷേ 2024 ലോക്സഭാ ഇലക്ഷനിൽ ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെക്കുവാൻ അവിടെ നിന്ന് കോൺഗ്രസിന് കഴിഞ്ഞിട്ടുണ്ട്. കോൺഗ്രസിൻ്റെ ഒരു തിരിച്ചുവരവിൻ്റെ കാഹളം ഈ വോട്ട് ചോരി യാത്രയിൽ നിന്ന് ഉടലെടുക്കുന്നതായി തന്നെയാണ് മിക്ക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. രാഹുൽ ഗാന്ധിക്ക് ബീഹാറിൽ വളരെ വൈകാരികമായി തന്നെ സ്വീകരണം ലഭിക്കുന്നു. ഒരുപക്ഷേ ബീഹാറിലെ കോൺഗ്രസിൻ്റെ തിരിച്ചുവരവ് ഇതോടുകൂടി സാധ്യമായേക്കാം എന്ന വലിയ വിലയിരുത്തലും മാധ്യമങ്ങൾ നടത്തുന്നുണ്ട്. പ്രത്യേകിച്ചും രാഹുൽ ഗാന്ധിയുടെ ഒരു സമീപനമുണ്ട്. കോടതിയെയോ ഇലക്ഷൻ കമ്മീഷനെയോ ഒന്നും ഇതുമായി ബന്ധപ്പെട്ട് അധികം സമീപിക്കുവാൻ അദ്ദേഹം തയ്യാറാകുന്നില്ല. മറിച്ച് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് ഈ വോട്ട് ചോരിയുടെ വിശദീകരണങ്ങൾ നൽകിയാണ് അദ്ദേഹം ചെയ്യുന്നത്. പ്രത്യേകിച്ചും ഇലക്ഷൻ കമ്മീഷൻ്റെ വിശദീകരണങ്ങളൊക്കെ രാഹുൽ ഗാന്ധിയുടെ ഈ വോട്ട് ചോരിയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾക്കൊക്കെ ഇലക്ഷൻ കമ്മീഷൻ്റെ വിശദീകരണം വളരെ രസാവഹമായിരുന്നു. അവർ ചോദിക്കുന്നത് ഈ സഹോദരിമാരും അമ്മമാരും ഒക്കെ വോട്ടിടുന്ന ചിത്രങ്ങൾ പുറത്തുവിടുന്നത് അത് കാണുന്നത് മോശമല്ലേ എന്ന ചോദ്യങ്ങളൊക്കെയാണ് ചോദിക്കുന്നത്. മാത്രമല്ല, ഈ മോഡിയുടെ സർട്ടിഫിക്കറ്റ് വിവാദമുണ്ടായപ്പോൾ ഇന്ത്യയുടെ ഹയർ അതോറിറ്റി ചോദിച്ചൊരു ചോദ്യം പറഞ്ഞ ഒരു വിശദീകരണം എന്തെന്ന് വെച്ചാൽ മോഡിയുടെ സർട്ടിഫിക്കറ്റ് മോഡിയുടെ സ്വകാര്യതയാണ്, അത് ആരെയും കാണിക്കേണ്ട ആവശ്യമില്ല എന്ന ബന്ധപ്പെട്ടാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളുമൊക്കെ അത്തരം ധാരണകൾ വെച്ചു പുലർത്തുന്ന ഹൈ അതോറിറ്റിയെ ഒന്നും സമീപിക്കാതെ ജനങ്ങളുമായി നേരിട്ട് സംവദിക്കുക, രാഷ്ട്രത്തിൻ്റെ പ്രശ്നങ്ങൾ വോട്ട് ചോരിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ജനങ്ങളുടെ ഇടയിലേക്ക് സംസാര വിഷയമാക്കുക എന്ന വലിയ ഒരു രാഷ്ട്രീയ ദൗത്യമാണ് രാഹുൽ ഗാന്ധി ഏറ്റെടുത്തിരിക്കുന്നത് എന്ന വിശകലനം വരുന്നുണ്ട് മാധ്യമങ്ങളുടെ ഇടയിൽ നിന്ന്. പ്രത്യേകിച്ചും ബീഹാറിലെ ഈ പ്രാദേശിക രാഷ്ട്രീയ വിശകലനങ്ങളൊക്കെ നടത്തുന്ന പത്രങ്ങളും യൂട്യൂബേഴ്സും ഒക്കെ ഇപ്പോൾ രാഹുൽ ഗാന്ധിക്കൊപ്പം നിൽക്കുന്നു എന്ന വാർത്തയും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ്. പ്രത്യേകിച്ചും അടിസ്ഥാന വർഗ്ഗങ്ങൾ, അവിടുത്തെ യാദവർ ഉൾപ്പെടുന്ന അടിസ്ഥാന വർഗ്ഗങ്ങൾ, മുസ്ലിങ്ങൾ, ഇവരുടെയൊക്കെ വോട്ടാണ് 66 ലക്ഷത്തോളം വോട്ടാണ് വോട്ടർ പട്ടികയിൽ നിന്ന് വെട്ടിമാറ്റിയിരിക്കുന്നത്. അവരും ഇപ്പോൾ രാഹുലിനോടൊപ്പം നിൽക്കുന്നു എന്ന വലിയ ഒരു റിപ്പോർട്ട് തന്നെ മാധ്യമങ്ങൾ പുറത്തുവിടുന്നതാണ്. ഒരുപക്ഷേ അടുത്ത് നടക്കാനിരിക്കുന്ന ബീഹാർ തെരഞ്ഞെടുപ്പിൽ, അസംബ്ലി തെരഞ്ഞെടുപ്പിൽ JDU BJP സഖ്യവും അവിടെ പരാജയപ്പെട്ടാൽ, JDU BJP സഖ്യം അവിടെ പരാജയപ്പെട്ടാൽ മോഡി സർക്കാരിൻ്റെ അടിവേരിളക്കുന്ന ഒരു പരാജയമായിരിക്കും അത് എന്ന രീതിയിലുള്ള നിഗമനങ്ങൾ പുറത്തു വരികയാണ്. കാരണം നിതീഷ് കുമാറിൻ്റെ രാഷ്ട്രീയ നിലപാടുകൾ നമുക്കറിയാം. അദ്ദേഹത്തിന് അധികാരം ഇല്ലാതെ നിലനിൽക്കുവാൻ പറ്റില്ല. ബീഹാറിൽ JDU BJP മുന്നണി പരാജയപ്പെട്ടാൽ അവിടെ ഒരു സ്പ്ലിറ്റ് ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. JDU ഒരുപക്ഷെ BJPയുമായുള്ള ബന്ധം ഉപേക്ഷിച്ചേക്കാം. നിതീഷ് കുമാറിൻ്റെ രാഷ്ട്രീയ നിലപാടുകൾ അങ്ങനെയാണ്. അദ്ദേഹം ഒരുപക്ഷെ ഇന്ത്യ മുന്നണിക്കൊപ്പം ചേർന്ന് കേന്ദ്രത്തിൽ ഒരു ക്യാബിനറ്റ് NDA സർക്കാരിനെ അട്ടിമറിച്ചുകൊണ്ട് ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരുമ്പോൾ ഒരു ക്യാബിനറ്റ് പദവി നേടുന്നതിനുള്ള ശ്രമങ്ങളുമായി മുന്നോട്ട് പോയേക്കാം. ഒരുപക്ഷെ പ്രധാനമന്ത്രി ശ്രമം തന്നെ അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽ നിന്നുണ്ടായേക്കാം എന്ന രീതിയിലുള്ള വാർത്തകൾ പുറത്തു വരികയാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട വലിയ ചർച്ചകളാണ് നടക്കുന്നത്. എല്ലാ മാധ്യമങ്ങളുടെ വിശകലനങ്ങൾ വരുന്നത് വോട്ട് ചോരി യാത്ര ബീഹാറിൻ്റെ ഗ്രാമങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ വലിയ സ്വീകരണം രാഹുൽ ഗാന്ധിക്ക് കിട്ടുന്നു എന്നതുമായി ബന്ധപ്പെട്ടാണ്. മറ്റൊന്നുകൂടി മാധ്യമങ്ങൾ വിശകലനം ചെയ്യുന്നുണ്ട്. പ്രതിപക്ഷ പാർട്ടി നേതാക്കന്മാരോട് രാഹുൽ ഗാന്ധി വലിയ കമ്മ്യൂണിക്കേഷൻ നടത്തുന്നുണ്ട്. CPIയും CPMും അതുപോലെ DMKയും ഉൾപ്പെടുന്ന പ്രതിപക്ഷ നിരയിലെ എല്ലാ പാർട്ടികളുമായിട്ട് വലിയൊരു കമ്മ്യൂണിക്കേഷൻ രാഹുൽ ഗാന്ധി ഈ അവസ്ഥയിൽ വെച്ചു പുലർത്തുന്നുണ്ട്. അതായത് വളരെ കണ്ണിങ്ങായിട്ട് ആസൂത്രിതമായി നരേന്ദ്രമോദി സർക്കാരിനെ താഴെ ഇറക്കുവാനുള്ള ശ്രമങ്ങൾ രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു എന്ന രീതിയിൽ തന്നെ വിശകലനങ്ങൾ വരികയാണ്. അതിൻ്റെ മുന്നോടിയായി തന്നെയാണ് ബീഹാറിലെ ഭരണം മാറ്റുക, JDU BJP സഖ്യത്തെ അധികാരത്തിൽ നിന്ന് പുറത്താക്കുക, അവിടെ ഇന്ത്യ സഖ്യം അധികാരത്തിൽ വരിക എന്നത് അതിന് ഒരു മുൻഗണന ലഭിക്കുന്ന ഒരു തീരുമാനമായിരിക്കും. അങ്ങനെ ബീഹാറിൽ അങ്ങനെ ഒരു ഭരണമാറ്റം ഉണ്ടായാൽ അത് ആന്ധ്രാപ്രദേശിനെ ബാധിക്കും. മറ്റുള്ള സ്ഥലങ്ങളിലുമൊക്കെ BJP ഘടകകക്ഷികൾ മാറി ചിന്തിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകും. അത് മൂന്നാം മോഡി സർക്കാരിൻ്റെ പതനത്തിന് വഴിതെളിച്ചേക്കും എന്ന രീതിയിലുള്ള നിഗമനങ്ങൾ, രാഷ്ട്രീയ നിഗമനങ്ങൾ മിക്ക മാധ്യമങ്ങൾ നടത്തുന്നുണ്ട് എന്നാണ് ഏറ്റവും പരമപ്രധാനമായ കാര്യം. പ്രത്യേകിച്ചും തേജസ്വി യാദവിൻ്റെ ഭാഗത്തു നിന്ന് ഇന്നലെ ഒരു പ്രസ്താവന ഉണ്ടായിരിക്കുന്നു. ബീഹാറിൽ ആര് വിജയിക്കണമെന്ന് തീരുമാനിക്കുന്നത് 2 ഗുജറാത്തികളല്ല, അതായത് അമിത് ഷായും നരേന്ദ്രമോദിയും രണ്ടുപേരും ഗുജറാത്തികളാണ്, അവരല്ല എന്ന രീതിയിലൊരു പ്രസ്താവന തേജസ്വി യാദവിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നു. അതായത് ഉത്തരേന്ത്യയിലെ രാഷ്ട്രീയ കളികൾ അങ്ങനെയൊക്കെയാണ്. പ്രാദേശികവാദം ഒക്കെ
പരമാവധി ഉപയോഗിച്ച് തന്നെ തേജസ്വി യാദവ് ഈ രാഷ്ട്രീയ നീക്കങ്ങൾ, ഈ തെരഞ്ഞെടുപ്പ് തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റുവാൻ ശ്രമിക്കും എന്ന രീതിയിലുള്ള വിശകലനങ്ങൾ വരികയാണ്. മറ്റൊന്ന് ജാതി സെൻസസ്, അത് നടപ്പാക്കുവാൻ കേന്ദ്ര ഗവൺമെൻറ്, നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര ഗവൺമെൻറ് തീരുമാനിച്ചു എങ്കിൽ പോലും ഈ ജാതി സെൻസസ് എന്ന ഒരു നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുന്നത് ഇന്ത്യ സഖ്യമാണ്. ഇന്ത്യ മുന്നണിയുടെ പ്രകടന പത്രികയിലുണ്ടായിരുന്നതാണ് അത്. ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ ജാതി സെൻസസ് നടപ്പാക്കുമെന്നത്. പക്ഷേ ഇപ്പോൾ ജാതി സെൻസസ് നടപ്പിലാക്കുവാൻ കേന്ദ്ര ഗവൺമെൻറ് തീരുമാനിക്കുന്നുണ്ടെങ്കിൽ പോലും ബീഹാറിലെ ഗ്രാമത്തിൽ ഒക്കെ വരുന്ന ഒരു സംസാരം എന്തെന്ന് വെച്ചാൽ അത് ഇന്ത്യ മുന്നണിയുടെ ഒരു തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായിരുന്നു. അതാണിപ്പോൾ NDA നടപ്പിലാക്കുന്നത് എന്നുമായി ബന്ധപ്പെട്ടാണ്. അത് ഒരു പക്ഷേ ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായി ഗ്രാമീണരെ ചിന്തിപ്പിക്കുന്നതിന് ഒരു ഘടകമായി വർദ്ധിക്കാം എന്ന രീതിയിലുള്ള വലിയ ഒരു ചർച്ചയും മാധ്യമങ്ങൾ നടക്കുകയാണ്. എന്തായാലും ബീഹാറി ഗ്രാമങ്ങളിലേക്ക് രാഹുൽ ഗാന്ധിയുടെ ഈ വോട്ട് ചോരി യാത്ര ഇറങ്ങിച്ചെല്ലുമ്പോൾ വലിയ സ്വീകരണം ലഭിക്കുന്നു എന്ന രീതിയിൽ തന്നെയാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. പ്രത്യേകിച്ചും അദ്ദേഹം ചെയ്യുന്ന ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ ആളുകളുമായിട്ട് നേരിട്ട് സംവദിക്കുക എന്നതാണ്. ഇന്നലെയും മെനഞ്ഞാന്നുമൊക്കെ മാധ്യമങ്ങൾ അതുമായി ബന്ധപ്പെട്ട വീഡിയോകൾ പുറത്തുവിടുന്നുണ്ട്. ആളുകൾ, വോട്ട് നഷ്ടപ്പെട്ട ആളുകൾ അതിൻ്റെ കാര്യങ്ങൾ പറയുന്നു. രാഹുൽ ഗാന്ധി അത് എങ്ങനെയാണെന്ന് വിശദീകരിക്കുന്നു. സെൻട്രൽ ബാംഗ്ലൂരിൽ, കർണാടകയിലെ സെൻട്രൽ ബാംഗ്ലൂരിലെയും മഹാരാഷ്ട്രയിലെയും ഒക്കെ, മഹാരാഷ്ട്രയിൽ അവസാന മണിക്കൂറുകളിൽ എത്രത്തോളം വോട്ട് വർദ്ധിച്ചത് എങ്ങനെയാണ് എന്നതിനൊക്കെ നിരക്ഷരരായ ഗ്രാമീണരോട് വിശദീകരിക്കുന്നു. ബീഹാറിലെ നിരക്ഷരായ ഗ്രാമീണരോട് വിശദീകരിക്കുന്നു. അതൊക്കെ തന്നെയാണ് രാഹുൽ ഗാന്ധി ഏറ്റെടുത്തിട്ടുള്ള ദൗത്യം എന്ന് വ്യക്തമാക്കുകയാണ്. കാരണം അദ്ദേഹം ഒരിക്കലും ഹൈ അതോറിറ്റികളെ, ഇന്ത്യയിലെ ഹൈ അതോറിറ്റികളെ അദ്ദേഹം സമീപിക്കുവാൻ ശ്രമിക്കുന്നില്ല. ഒരുപക്ഷെ അതൊക്കെയും വിലക്കെടുക്കപ്പെട്ടു എന്ന ധാരണയായിരിക്കാം അദ്ദേഹം വെച്ചു പുലർത്തുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ജനങ്ങളുമായി നേരിട്ട് സംവദിക്കുന്ന ഒരു രീതിയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നു. ബീഹാറിൽ വലിയ ഒരു പിന്തുണ അദ്ദേഹത്തിന് ലഭിക്കുന്നുണ്ട് എന്ന മാധ്യമ റിപ്പോർട്ടുകൾ തന്നെയാണ് പുറത്തു വരുന്നത്. ഒരുപക്ഷെ JDUവിൻ്റെയും BJPയുടെയും ഭരണം അവസാനിപ്പിക്കുവാനുള്ള ഒരു ജനപിന്തുണ ഈ യാത്രയിൽ കൂടി അദ്ദേഹത്തിന് ലഭിച്ചേക്കും എന്ന വലിയ വിശകലനം വരുന്നുണ്ട്. നേരത്തെ അദ്ദേഹത്തിൻ്റെ ഭാരത് ജോഡോ യാത്രയ്ക്കും വലിയ സ്വീകാര്യത ലഭിച്ചിരുന്നു. വെറും നാമമാത്ര സീറ്റുകൾ ഉണ്ടായിരുന്ന കോൺഗ്രസിന് 101 സീറ്റുകളിലേക്ക് എത്തുവാൻ, 99 സീറ്റുകൾ, 2 സ്വതന്ത്രന്മാർ ഉൾപ്പെടെ 101 സീറ്റുകൾ കോൺഗ്രസിന് ഇപ്പോൾ ലോക്സഭയിലുണ്ട്. എത്തുവാൻ രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്ര സഹായകരമായിരുന്നു. 2019 പ്രതിപക്ഷ നേതൃസ്ഥാനം പോലും കോൺഗ്രസ് ലഭിച്ചില്ല എങ്കിൽ 2024 ലോക്സഭാ ഇലക്ഷനിൽ കോൺഗ്രസിൻ്റെ നേതാവ് രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവായി തിരഞ്ഞെടുക്കുവാൻ തക്കവണ്ണമുള്ള അംഗബലം ലഭിച്ചത് ഈ ഭാരത് ജോഡോ യാത്രയിലൂടെയാണ് എന്ന നിഗമനങ്ങളും മാധ്യമങ്ങൾ നടത്തുകയാണ്. ഒപ്പം തന്നെ ഈ യാത്ര, വോട്ട് ചോരി യാത്ര, വലിയ ഒരു പ്രത്യാഘാതം BJP നേതൃത്വം നൽകുന്ന മുന്നണിക്ക് നൽകും എന്ന കാര്യത്തിൽ സംശയമില്ല എന്ന രീതിയിലുള്ള രാഷ്ട്രീയ വിശകലനങ്ങൾ വരികയാണ്. അത്രത്തോളമാണ് പ്രാതിനിധ്യം അതിന് ലഭിക്കുന്നത് എന്ന വലിയൊരു നിഗമന മാധ്യമങ്ങൾ നടത്തുകയാണ്. ബീഹാറിലെ ഗ്രാമങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ രാഹുൽ ഗാന്ധി വലിയ രീതിയിൽ സ്വീകാര്യനാകുന്നു. ഒപ്പം തേജസ്വി യാദവും എന്ന രീതിയിൽ മാധ്യമ റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ്. തൽക്കാലം ഈ വീഡിയോയുമായി ഇവിടെ വാങ്ങണം. മറ്റു വീഡിയോയുമായി കാണുന്നതുവരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.